എല്ലാ വിഭാഗവുമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിലോ പ്രത്യേക മതത്തിലോ പെട്ടവരല്ല. എല്ലാ മതത്തിലും ജാതിയിലും എല്ലാ വിഭാഗത്തിലും പെട്ട ഇന്ത്യക്കാർ ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത്. ഇവിടെ മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന RSSകാർ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കാനാണ് തയ്യാറാകുന്നത്. താജ്മഹലും അതുപോലെ തന്നെ ഫത്തേപൂർ സിക്രിയും ജുമാ മസ്ജിദുമൊക്കെ നമ്മുടെ രാജ്യത്ത് പടുത്തുയർത്തിയത് മുഗൾ രാജാക്കന്മാരാണ്. ഇപ്പോഴും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ അറിയുന്നവരുമെല്ലാം ഏറ്റവും അധികം വിലമതിക്കുന്ന സ്മാരകങ്ങളായിട്ടാണ്, ഇന്ത്യയുടെ സ്വത്തായാണ് ഇതിനെ കാണുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന RSSകാർ അറിയോന്നറിയില്ല, ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാ ഷിക്കോ, അദ്ദേഹം സംസ്കൃതം പഠിച്ച് 50 ഉപനിഷത്തുക്കളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളുടെ സാരം ലോകം അറിയുന്നതിന് ഇടയായത്. പേർഷ്യയിലേക്ക് അദ്ദേഹം ഉപനിഷത്തുക്കൾ തർജ്ജമ ചെയ്തപ്പോൾ ആ തർജ്ജമ ചെയ്ത ഉപനിഷത്തുക്കൾ പിന്നീട് ഡ്യൂപ്പറോൺ എന്ന പാതിരി ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ തയ്യാറായി. അവിടുന്നത് പിന്നീട് ഷോപ്പനോവറെ പോലുള്ളവർ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി. അപ്പോൾ ലോകമാകെ ഉപനിഷത്തിൻ്റെ സാരം എത്തിച്ചേർന്നു. അതിനിടയാക്കിയത് ഷാജഹാൻ്റെ മകൻ ദാരാ ഷിക്കോ ആയിരുന്നു എന്നത് RSSകാർ അറിയുമെന്നറിയില്ല.